BJP പുനഃസംഘടനയിൽ അതൃപ്തി പരസ്യമാക്കി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം എന്ന് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പുറത്തേക്ക് എത്തിനോക്കി ആശിക്കാനില്ല എന്നും അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഫേസ്ബുക്കിൽ കുറിച്ചു. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, ഈ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ പാർട്ടിക്കുള്ളിൽ അമർഷം എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നതാണ്. ഇപ്പോൾ ഉല്ലാസ് ബാബുവിന്റെ പരസ്യ പ്രതികരണം എന്താണ് അരുൺ? ഉന്മേഷ BJP പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കെ സുരേന്ദ്രൻ വിഭാഗത്തിന് വലിയ തോതിൽ അതൃപ്തി നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ തുടങ്ങുന്നത് അമ്മമാർ വലിയൊരു പാഠമാണ് എന്നും എപ്പോഴും എന്നുള്ളതാണ്. അത് അമ്മ പഠിപ്പിച്ച ജീവിതമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന് അമ്മ കമലാക്ഷി നൽകിയ ജീവിതപാഠം മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ മാർഗദർശകമായെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം മുൻപ് വടക്കാഞ്ചേരിയിലെ BJP സ്ഥാനാർത്ഥിയാവുന്ന സമയത്ത് ഒരു പത്രത്തിന് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ഷെയർ ചെയ്തുകൊണ്ടാണ് അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നത്. അപ്പുറത്തേക്ക് നോക്കി ആശിക്കാനില്ല, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന് അമ്മ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. BJP പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട BJP സംസ്ഥാന വക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. തൃശ്ശൂർ ജില്ലയിലെ കെ സുരേന്ദ്രൻ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. BJP സംസ്ഥാന സമിതി അംഗമാണ് നിലവിൽ. അദ്ദേഹം വടക്കാഞ്ചേരിയിൽ BJP നിയമസഭാ സ്ഥാനാർത്ഥിയായും മത്സരിച്ചിട്ടുണ്ട്. എന്തായാലും സുരേന്ദ്രൻ, വി മുരളീധരൻ വിഭാഗങ്ങൾ വ്യാപകമായ പ്രതിഷേധത്തിലാണ്. പല നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ഉല്ലാസ് ബാബുവിനെയും യുവരാജ് ഗോകുലിനെയും പട്ടികയിൽ, സംസ്ഥാന വക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ BJP പ്രവർത്തകർ വ്യാപകമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിലാണ് BJP സംസ്ഥാന സമിതി അംഗമായ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു തന്നെ നേരിട്ട് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഉന്മേഷ്.